അപ്പോൾ ഗായ്സ് ബറാത്ത് രാവല്ലേ, അപ്പോൾ നമ്മൾ പുരയിൽ കറിപ്പായസം ഉണ്ടാക്കുക. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ അരി പൊതിർത്തി വെച്ച അരി നല്ലോണം കഴുകുകയാണ്. പൊതിർത്തി വെച്ച അരിയിലുള്ള കുത്തനും എല്ലാം പോകുന്ന പോലെ നല്ലോണം കഴുകണം. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് കഴുകും. അങ്ങനെ ഇതാ ഗായ്സ് നമ്മുടെ കഴുകി വെച്ച ഫ്രഷ് അരി. അപ്പോൾ ഇനി ഇത് നമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇട്ട് നല്ലോണം അരിക്കണോ. നല്ലോണം അരിഞ്ഞാലല്ലേ നമുക്ക് അരി ഉരുട്ടാൻ പറ്റുമോ. അപ്പം നമ്മൾ അരയ്ക്കുക. അങ്ങനെ അരി അരയുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിടണം പാകത്തിന്. ഉപ്പിട്ടിട്ട് അതിന് കുറച്ചുകൂടി ടേസ്റ്റ് വരുത്തണം. അതിൻ്റെ ഇടയ്ക്ക് മോമിയാണെങ്കിൽ ഗ്രൈൻഡറിൽ കൈ കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരഞ്ഞ അരി പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ നിന്ന് മോമി ഇങ്ങനെ കൈയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഇനി നമ്മൾ അരിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുക്കേണ്ടിയിട്ട് തോർത്തിലേക്ക് മുറുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊതിർത്തി പൂട്ടിയിടണം. അങ്ങനെ മുറുകിയ അരിനെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കണോ. പിന്നെ സേറുമ്മ മത്സരം. സേറു ഇപ്പം തുടങ്ങിക്കാളും. ഉമ്മ കുറേ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കി കുറേ കഴിഞ്ഞ് ഇനി ഇത് ആവിച്ചെമ്പിലിട്ട് നല്ലോണം വേവിക്കണം. വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും, നല്ല കട്ടി കുറഞ്ഞ് ഒരു പത്തിലിൻ്റെ ഒരു ടൈപ്പ്. ഇനി പരിപ്പ് നല്ലോണം കഴുകിയിട്ട് കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ട് 5 വിസിലെടുത്ത് വെക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5 വിസിലടിക്കുമ്പോഴത്തേക്ക് ഈ പരിപ്പ് നല്ലോണം വെന്തിക്കുണ്ടാവും. 2 തേങ്ങേൻ്റെ പാലുമൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തേങ്ങേൻ്റെ പാല് പീഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ പാലിലേക്ക് നമ്മുടെ പരിപ്പിട്ട് കൊടുക്കും. പരിപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കണം. ഇത് വേകുന്ന സമയത്തിന് നമുക്ക് കുറച്ച് അരി വെള്ളത്തിൽ കലക്കി വെക്കാം. ദോശക്കൊക്കെ കലക്കും പോലെ നമുക്ക് അരി ഇങ്ങനെ കലക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് നല്ലോണം അത് ഉരുക്കിയെടുക്കാം. അതിൽ കുറച്ച് നല്ല ജീരകവും ഏലക്കാപ്പൊടിയും ഇട്ടിട്ടിടാം. ഇവിടെ നമ്മുടെ അരിയും പരിപ്പും നല്ലോണം വെന്ത് ഇപ്പുറം വെള്ളം നല്ലോണം ഉരുകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നമ്മുടെ പരിപ്പ് അരിയുള്ള മിക്സിലേക്ക് നമ്മുടെ വെള്ളം അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം നമ്മളിനി നല്ലോണം തീ കൂട്ടിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ തിളച്ച പായസത്തിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവും പിന്നെ ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പായസം റെഡി. ഇനി നമ്മുടെ മോമി പായസം കുടിക്കുകയാണ് ഗായ്സ്.
വേണ്ടി